യോഗത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന അഭിമന്യ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവേ, അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുന്ന കർദായ ശ്രീയാനി സഭയുടെ മെത്രാപ്പൊലീത്തൻ മാർ ഔഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരായ ആശംസ പ്രസംഗകരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പാലാക്കുന്നേൽ കുടുംബയോഗം ഭാരവാഹികളെ, മറ്റ് കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സെക്രട്ടറി വളരെ പ്രൗഢമായ സ്വാഗതം പ്രസംഗം നടത്തി. ഒരു പ്രബന്ധാവതരണം പോലെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി അധികം പ്രസംഗിക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും പാലാക്കുന്നേൽ വല്യച്ഛൻ കേരള ചരിത്രത്തിൽ അവിസ്മരണീയനായ ഒരു ചരിത്ര പുരുഷനാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. മത്തായി മറിയം കത്തനാർ എന്ന് വിളിക്കപ്പെടുന്ന പാലാക്കുന്നേൽ വല്യച്ഛൻ, അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ശതോത്തര രജത ജൂബിലിയാണല്ലോ നമ്മൾ ഇപ്പോൾ ആചരിക്കുന്നതിൻ്റെ ആരംഭം കുറിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ സമാപ്തി ആചരണം ഏറെ ആഘോഷപൂർവമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഈ കുത്രപ്പള്ളി ഇവിടെ പാലാക്കുന്നേൽ കുടുംബയോഗം ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന ആ താല്പര്യത്തെ ഉചിതമായ രീതിയിൽ ഇത് കൊണ്ടാടുന്നതിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. കാരണം നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വമാണ് പാലാക്കുന്നേൽ വല്യച്ഛൻ. അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു എന്നതിന് ചരിത്രം സാക്ഷ്യം വഹിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ചുള്ള അനുസ്മരണങ്ങൾ ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആലഞ്ചേരി പിതാവൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. ഇനിയും ഇവരെല്ലാം സംസാരിക്കാൻ പോവുകയാണ്. എനിക്ക് ഒരുപക്ഷെ പുതുതായിട്ടൊന്നും തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുവാൻ ഇല്ലായിരിക്കാം. നിങ്ങൾക്കറിയാവുന്നതിൽ അപ്പുറത്ത് അറിയാമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് പറയാൻ ഇല്ലായിരിക്കാം. ഇനി നമ്മുടെ സഭയുടെ പ്രശ്ന സങ്കീർണമായ ഒരു കാലഘട്ടം, വാസ്തവത്തിൽ നമ്മുടെ സഭ കടന്നു പോകുന്നത് ഈ ഇവിടുത്തെ മാർത്തോമാ നസ്രാണി സഭ, പുരാതനമായ ഈ സഭ 20 നൂറ്റാണ്ടിലധികം വിശ്വാസ പാതയിൽ അനന്തരമായി നീങ്ങിയ ഈ സഭ പക്ഷേ ഏറെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോന്നിട്ടുള്ളത്. വളരെയധികം വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്, ഇന്നും നേരിടുന്നുണ്ട്. പക്ഷേ ഈ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും എല്ലാം നേരിടാനും അതിജീവിക്കാനും കരുത്തുള്ള ഒരു സഭയാണ് നമ്മുടേത് എന്നുള്ളത് നമുക്ക് അർത്ഥശങ്കയില്ലാതെ പറയുവാൻ സാധിക്കും. നമ്മുടെ സഭ നേരിട്ടതുപോലെയുള്ള പ്രതിസന്ധികൾ മറ്റു ചില സഭകൾക്ക് നേരിട്ടിരുന്നെങ്കിൽ അതോടെ അവസാനിക്കുമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അത്രമാത്രം നമ്മുടെ സഭയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഉള്ള ചരിത്ര സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവയൊക്കെ ധീരതയോടെ നേരിട്ടു, സംയമനത്തോടെ നേരിട്ടു, ക്ഷമയോടെ അവയൊക്കെ നേരിട്ടു. അങ്ങനെയാണ് ഇന്നും മാർത്തോമാ ശ്ലീഹായുടെ
പേരിലുള്ള ഒരു ക്രൈസ്തവ സമൂഹം ഇന്ന് പല സഭകളിലായിട്ടാണ് അത് തുടരുന്നത് എങ്കിൽ തന്നെയും ആ സഭ അതിൻ്റെ ചൈതന്യം വിടാതെ ഇന്നും നിലനിൽക്കുന്നു, ജീവിക്കുന്നു, സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു സത്യമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളേതാനും മെത്രാന്മാർ റോമിൽ മാർപ്പാപ്പയെ കാണാൻ ഇടയായപ്പോൾ മാർപ്പാപ്പ വളരെ പ്രശംസിച്ച് നമ്മുടെ സഭയെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ചൈതന്യം നിറഞ്ഞ ഒരു സഭ, പ്രേക്ഷിത ചൈതന്യം, ധാരാളം മിഷണറിമാരെ, വൈദികരെ, സമർപ്പിതരെയൊക്കെ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഭ. ആ ചൈതന്യം മങ്ങാതെ സൂക്ഷിച്ച ഒരു സഭ. അതേക്കുറിച്ച് ആത്മാർത്ഥമായി സന്തോഷിക്കുകയും നമ്മളെക്കുറിച്ച് അഭിമാനപൂർവ്വം ചിന്തിക്കുകയും ചെയ്യുന്ന മാർപ്പാപ്പായുടെ വാക്കുകൾ തീർച്ചയായിട്ടും ഞങ്ങളെയൊക്കെ വളരെ ഉത്തേജിപ്പിക്കുകയുണ്ടായി. ഇത് ഇപ്പോഴത്തെ മാർപ്പാപ്പ തന്നെയല്ല, കടന്നുപോയ മാർപ്പാപ്പമാരുമൊക്കെ മുക്തകണ്ഠം പ്രശംസിച്ചിട്ടുള്ള ഒരു സഭയാണ് നമ്മുടേത്. നമ്മുടെ സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ തുടർച്ച തന്നെയാണ്. യെരൂശലേമിൽ ജന്മം കൊണ്ട ആ ശ്ലൈഹിക സഭ, ആ സഭയുടെ ആദിമ ചൈതന്യം, അതിൻ്റെ ആധ്യാത്മികത, അതിൻ്റെ പ്രേക്ഷിത ചൈതന്യം, ഇതെല്ലാം ഏറ്റുവാങ്ങി വളർന്ന ഒരു സഭാ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. ഇവിടെ സന്നിഹിതനായിരിക്കുന്ന അഭിവന്ദിയ ഔഗേൻ മെത്രാപ്പോലീത്ത തിരുമേനി പൗരസ്ത്യ സുറിയാനി സഭാ പാരമ്പര്യത്തിലെ ഒരു സഭാവിഭാഗമാണ്. ആദ്യ സഹസ്രാബ്ദത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായി ഈ ഭൂഗോളത്തിൽ വ്യാപിച്ച് വളർന്ന, ഏറെ പ്രേക്ഷിത ചൈതന്യം പുലർത്തിയിരുന്ന ഒരു സഭയാണ് ഈ പൗരസ്ത്യ സുറിയാനി സഭ എന്ന് പറയുന്നത്. അതിൻ്റെ പൈതൃകം ആഗോള സഭയ്ക്ക് മുഴുവൻ മുതൽക്കൂട്ടാണെന്ന് ഈ പൈതൃകത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പൗരസ്ത്യ സുറിയാനി സഭയുടെ പൈതൃകം ഇന്ന് ഏറെ ഒളിഞ്ഞിരിക്കുന്ന ഒരു നിധിയാണ് എന്നും അത് വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും ഒക്കെ ഇന്ന് പാശ്ചാത്യ ലോകത്തുള്ള പണ്ഡിതന്മാർ വരെ സാക്ഷ്യപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു പൈതൃകത്തിൻ്റെ ഉടമകളാണ്, അവകാശികളാണ് നമ്മളൊക്കെ. ഈ പൈതൃകത്തെ പറ്റി ഏറെ ആഴമായ ബോധ്യം ഉണ്ടായിരുന്ന ഒരു വൈദിക സപ്തമനായിരുന്നു പാലാക്കുന്നേൽ വല്യച്ഛൻ. ഈ സുറിയാനി സഭയിലെ ഒരു അംഗമാണ് താൻ എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം ഏറെ അഭിമാനം കൊണ്ടിരുന്നു. ആ പൈതൃകം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അദ്ദേഹം വേദനിച്ചിരുന്നു. അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ഏറെ പണിപ്പെട്ടു. നമ്മുടെ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ചരിത്രമൊക്കെ പറഞ്ഞു തരുന്ന കഥകൾ, അവിടെയൊക്കെ നമ്മുടെ പൂർവികന്മാർ ഈ വെല്ലുവിളികളുടെ എല്ലാം നടുവിലും പ്രത്യാശ കൈവടിയാതെ ആ പൈതൃകത്തെ താലോലിച്ച്, എന്നാൽ സഭയിൽ കലഹങ്ങളൊന്നും ഉണ്ടാക്കാതെ മാന്യതയോടെ, വിവേകത്തോടെ ഈ പൈതൃകത്തിൻ്റെ നിലനിൽപ്പിനും വീണ്ടെടുപ്പിനും വേണ്ടി അക്ഷീണം വ്യക്തിക്കുകയുണ്ടായി. അതിൻ്റെയൊക്കെ ഫലം നമ്മളെ
ഇന്ന് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. പാലാക്കുന്നേൽ വല്യച്ഛൻ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒന്നാമതായിട്ട് ഈ സഭയെ അതിൻ്റെ പൈതൃകത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ആദരിച്ച അതിനുവേണ്ടി നിലകൊണ്ട ഒരു വൈദികൻ. അതോടൊപ്പം തന്നെ തൻ്റെ പ്രേക്ഷിത ഈ സഭയുടെ പ്രേക്ഷിത ചൈതന്യം വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അവിടെ പ്രത്യേകിച്ച് ഈശോയുടെ ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും ചെറിയവർക്ക് എളിയവർക്കും അവകാശപ്പെട്ടതാണ് ദൈവരാജ്യം എന്ന് ഉള്ള കർത്താവിൻ്റെ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ദളിതർക്ക് വേണ്ടിയുള്ള അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ, ദളിതരെ ക്രൈസ്തവ സഭയിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ പ്രയത്നങ്ങൾ, അന്ന് അതിനൊക്കെ എതിരെ നിന്നിരുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് അദ്ദേഹം ശക്തമായി അതിനായി നിലകൊണ്ടു. ഈ കൂത്രപ്പള്ളി പള്ളിയുടെ ചരിത്രവും തന്നെയാണല്ലോ. ഈ പള്ളി ആരംഭിക്കാനുള്ള കാരണം അതാണല്ലോ. ദളിതർക്ക് പ്രാർത്ഥിക്കാൻ ഒരു ഇടമുണ്ടാകണം, അവർക്ക് മറ്റു പള്ളികളിൽ പ്രാർത്ഥിക്കാൻ, ബലിയർപ്പിക്കുവാൻ അവകാശം നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ തൻ്റെ സ്വന്തം വസ്തുവിൽ നിർമ്മിച്ചെടുത്ത ഒരു പള്ളി ആയിരുന്നു ഇത്. അങ്ങനെയാണ് ഇതിന് ആരംഭം കുറിച്ചത്. തൻ്റെ ബോധ്യം ഏതെല്ലാം വെല്ലുവിളികൾ നേരിട്ടാലും ശരി, ആ ബോധ്യത്തിൽ നിന്ന് ഒരിക്കലും മാറാത്ത അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി സ്വയം അർപ്പിച്ച ഒരു വൈദികൻ. ചാവറ കുര്യാക്കോസ് എലിയാസച്ചൻ്റെയും രാമപുരത്തെ കുഞ്ഞച്ചൻ്റെയും ഒക്കെ കഥ ഇതുപോലെ തന്നെയൊക്കെയാണ്. അതുപോലെ തന്നെ ദേവദാസൻ പുത്തമ്പറമ്പിൽ തൊമ്പച്ചൻ, ഇവരൊക്കെ ഇതേ രീതിയിൽ പ്രവർത്തിച്ച ആൾക്കാരാണ്. ദളിതർക്ക് വേണ്ടി, ഏറ്റവും ചെറിയവർക്ക് വേണ്ടി വാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരാണ്. പാലാക്കുന്നേലച്ഛൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം അത് തന്നെയാണ്. അദ്ദേഹം വലിയൊരു ആത്മീയ പുരുഷനായിരുന്നു, നല്ലൊരു ധ്യാന പ്രസംഗകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ ക്രൈസ്തവരെ മാത്രമല്ല ആകർഷിച്ചത്, മറ്റ് ജാതിക്കാരെയും മതഭേദമന്യേ എല്ലാവരെയും അത് ആകർഷിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പുളിങ്കുന്നിൽ അദ്ദേഹം ഒരു വിവാഹ അവസരത്തിൽ നടത്തിയ പ്രസംഗം, ആ പ്രസംഗം കേട്ടപ്പോൾ അത് ശ്രവിച്ച ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ആ പ്രസംഗത്തിൽ ആകൃഷ്ടനായിട്ട് ഒരു സമ്പാദ്യം അച്ഛനെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ പ്രസംഗത്തിൽ ആകൃഷ്ടനായിട്ട് ഇപ്പം ജാതി മത ഭേദമന്യേ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പ്രതിഭയായിരുന്നു പാലാക്കുന്നേൽ വല്യച്ഛൻ. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ പ്രേക്ഷിതീഷ്ണത, പ്രഭാഷണ ചാതുര്യം, ആ സാമൂഹ്യ പ്രതിബദ്ധത, അദ്ദേഹം കളരികൾ സ്ഥാപിച്ച് ദളിതർക്കും പഠിക്കാൻ അവകാശമുണ്ടെന്ന് തെളിയിച്ചു. ദളിതർക്കും മറ്റും അക്ഷരാഭ്യാസം നിഷിദ്ധമായിരുന്ന കാലഘട്ടത്തിൽ ചാവറ കുര്യാക്കോസച്ചനൊക്കെ ചെയ്ത ഒരു കാര്യമാണ്. അത് അവർക്ക് വേണ്ടി കളരികൾ സ്ഥാപിച്ചു. അത് വിപ്ലവാത്മകമായൊരു മാറ്റമായിരുന്നു. വാസ്തവത്തിൽ വല്യച്ഛൻ ഒരു വിപ്ലവകാരിയായിരുന്നു, മാറ്റത്തിന് വേണ്ടി നിലകൊണ്ട ആളാണ്. അങ്ങനെ പലതും മാറ്റിയെടുക്കുവാൻ സാധിച്ചു, പലരും ആരംഭം കുറിക്കുവാൻ സാധിച്ചു. സത്യം തിരിച്ചറിയുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുവാൻ അദ്ദേഹം എപ്പോഴും സന്നദ്ധനായിരുന്നു. ദുർവാശിയോ പിടിവാശിയോ ഒന്നും അദ്ദേഹത്തിനില്ലായിരുന്നു. താൻ സത്യമാണെന്ന് തനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു. അത് ആരൊക്കെ എതിർത്താലും ആ കാര്യത്തിൽ അദ്ദേഹത്തെ അത് ചഞ്ചലചിത്തനാക്കിയിരുന്നില്ല. എന്നാൽ തൻ്റെ നിലപാട് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് അംഗീകരിക്കുവാനും തിരുത്തുവാനും അദ്ദേഹം തയ്യാറായിരുന്നു. അതാണ് കറതീരുന്ന വ്യക്തിത്വത്തിൻ്റെ അടയാളം. അങ്ങനെയുള്ള ഒരു സുതാര്യ വ്യക്തിത്വത്തിൻ്റെ അടയാളം, ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയുമായിരുന്നു ബഹുമാനപ്പെട്ട
പാലാക്കുന്നേൽ വലിയച്ഛൻ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അച്ഛൻ്റെ ഈ ഓർമ്മ ആചരിക്കുന്ന പാലാക്കുന്നേൽ കുടുംബയോഗത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ശതോത്തര രജത ജൂബിലി വർഷത്തിൽ പാലാക്കുന്നേൽ വലിയച്ഛൻ കൂടുതൽ അറിയപ്പെടുന്ന രീതിയിൽ ഉള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുവാൻ ഈ കുടുംബയോഗത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.